ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് എൻ്റെ വീട്ടിലാണ്. വീട്ടിൽ വന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല. ഞങ്ങൾ ഹൗസ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ വീട് മാറുന്നത് പ്രമാണിച്ച് എൻ്റെ സാധനങ്ങൾ മാറ്റണം, വീട്ടിലത്തെ സാധനങ്ങൾ മാറ്റാൻ വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലെത്തിച്ചേർന്നത്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് തന്നെ ഒരു ഓംലേറ്റ് അടിച്ചു. എനിക്കാണെങ്കിൽ ഒരു ഉച്ച സമയം ആവാറായിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കടലക്കറി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വീട് മാറുന്ന തിരക്ക് കാരണം കൊണ്ട് അമ്മ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു ബുൾസൈ അടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ബുൾസൈ അടിച്ച് ഫുഡ് കഴിച്ചു. നമ്മൾ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് വീടുണ്ട്. വീട് വരുന്നത് നമ്മളിപ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന് കുറച്ച് മാറിയിട്ടാണ്. പക്ഷെ ആ വീടിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. പോരാത്തതിന് നമുക്ക് അവിടെ താമസിക്കാൻ ഇഷ്ടമില്ല. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ നമ്മുടെ തറവാടിനടുത്ത് തന്നെ വീടുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കല്യാണമായ സമയത്താണ് കേട്ടോ ഞങ്ങൾ വീട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഇപ്പം ഇരിക്കുന്ന വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. ഇവിടെയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഴയൊരു വീടാണ്, പക്ഷേ അത്യാവശ്യം വലിപ്പമുള്ളൊരു വീടാണ്. 4 ബെഡ്റൂം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡോഗിന് ഇടാൻ പറ്റിയ സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ഈ വീട് ചൂസ് ചെയ്തതാണ്. ഇവിടുന്ന് പോകുമ്പോൾ നല്ല വിഷമമൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിഷമമല്ല, എന്നാലും ചെറിയ ചെറിയ വിഷമങ്ങളുണ്ട്. എന്തൊക്കെയോ മെമ്മറീസ് ആ വീടിനുള്ളിലുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തത് ആ വീട്ടിലാണ്, ഈ വീട്ടിലാണ്. അപ്പം അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അവിടെയാണെങ്കിൽ ഓരോ ടീമുകൾ ഒതുക്കി തുടങ്ങി. ഈ വീട് ഒതുക്കാൻ വേണ്ടിയിട്ട് പാലക്കാടുള്ള ചേച്ചീനെ വരെ അമ്മ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. വേറൊന്നല്ല, അമ്മയ്ക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് അമ്മയ്ക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പം അമ്മേനെ കൊണ്ട് മാത്രം പറ്റില്ല. പിന്നെ ചേട്ടൻ്റെ വൈഫുണ്ട്, കുട്ടികളാനുണ്ട്. ആളെ കൊണ്ടും ലിമിറ്റ് ഉണ്ട്, പക്ഷെ ആൾ ഒരുപാട് പണിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കൂടെ വന്നു. കാരണം എനിക്കാണെങ്കിൽ എൻ്റെ സാധനങ്ങൾക്കൊക്കെ എന്താണ് ഒരു കൃത്യനിഷ്ഠയുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ ഡ്രസ്സാണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന സ്പേസ് ആണെങ്കിലും ഒക്കെ ക്ലീൻ ആക്കി ഞാൻ അവിടെ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇതൊക്കെ ഇവിടുന്ന് വേറൊരു വീട്ടിലേക്ക് ചെന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒതുക്കി വെച്ച പോലെ തന്നെ ഇത് അവിടുത്തെ എൻ്റെ റൂമിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇതൊക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ട് വണ്ടി കയറ്റണം. അതുകൊണ്ടാണ് ഞാൻ വേഗം ഓടിപ്പടഞ്ഞു വന്നത്. ഇപ്പം ഈ കാണുന്ന ഏരിയ വീടിൻ്റെ ഏറ്റവും ബാക്ക് സൈഡാണ്. ഇവിടെ ഞങ്ങൾ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. ഇവിടെ പഴയ സാധനങ്ങൾ വെക്കുക, നമ്മളധികം യൂസ് ചെയ്യാത്ത സാധനങ്ങൾ വെക്കുക, അതിനൊക്കെയാണ് ഞങ്ങൾ ഈ ഏരിയ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ഇതിൻ്റെ ഓണർമാരെ കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പോരാത്തതിന് നമ്മൾ ഒതുക്കിയിട്ട് ഈ മറ്റേ കൊടുക്കാനുള്ള പ്ലാസ്റ്റിക് വേസ്റ്റും പിന്നെ ഈ കുപ്പികളും അങ്ങനെ കുറേ സാധനങ്ങൾ അതൊക്കെ നമ്മൾ ഇവിടെയാണ് ചാക്കുകളിലാക്കിയിട്ട് ഒതുക്കി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരു ദിവസം കൊണ്ട് ഉള്ള പണിയല്ല അത്. ഏകദേശം ഒരു 3-4 ദിവസമായിട്ട് ഒരേ ക്ലീനിങ് തന്നെയാണ്. ഇത്രയും ദിവസത്തെ സാധനങ്ങളുള്ള കാരണം കൊണ്ട് എങ്ങനെ ഒതുക്കിയിട്ടും വീടങ്ങോട്ട് ക്ലീൻ ആവുന്നുണ്ടായിരുന്നില്ല. നമ്മൾ വീട് വൃത്തിയാക്കാനൊക്കെ 2 ചേട്ടന്മാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ വൃത്തിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊന്നും അവർക്ക് ഒതുക്കാൻ പറ്റില്ലല്ലോ. അവർ മെയിനായിട്ട് കൊടുക്കാനുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കുക, വെയിറ്റുള്ള സാധനങ്ങൾ, ബെഡുകൾ, കട്ടിൽ, അതുപോലെ തന്നെ ഫ്രിഡ്ജ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിടിക്കാനും വണ്ടികളിൽ കയറ്റാനും അങ്ങനെയൊക്കെയാണ് അവർ സഹായത്തിന് നിന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ പണിയും നമ്മൾ തന്നെ മാറുക. എത്രയും പെട്ടെന്ന് ദൈവം സ്വന്തമായിട്ടൊരു വീട് നമ്മുടെ നാട്ടിൽ തരട്ടെ എന്നാണ് ഇപ്പം എൻ്റെ പ്രാർത്ഥന. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വിധത്തിൽ ആലോചിക്കുമ്പോൾ തോന്നും, വീടില്ലാത്തവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ്, നമുക്ക് ദൈവം ഒരു ചെറിയ വീടാണെങ്കിലും തന്നിട്ടുണ്ടല്ലോ സ്വന്തമായിട്ട്. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ ഞങ്ങൾക്ക് വീട് വേണമെന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെയുള്ള മറ്റേ വീട്ടിലോട്ട് പോവാത്തതും അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണതിനെ കുറിച്ച് ആലോചിക്കാത്തതും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വീട് ഒരുപാട് നാളുകൾക്ക് മുന്നേ നമ്മൾ പണി തുടങ്ങിയതാണ്. അതൊരു ടൈമിൽ ബ്രേക്കായി, നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആയപ്പോൾ അത് ബ്രേക്കായി. പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. പിന്നെ ആലോചിച്ചപ്പോൾ അവിടെ ആ നാടും ആ ഏരിയയും നമുക്ക് ഓക്കെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് മാറാണ്ടിരുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇവിടെ ഓൾമോസ്റ്റ് ഒരു 3-4 ദിവസത്തെ പണികൾ ഉണ്ടായിരുന്നു. ഇപ്പം കാണുന്നത് എൻ്റെ അമ്മാമ്മയാണ് കേട്ടോ. അമ്മാമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മ. ഞങ്ങൾ അമ്മാമ്മ എന്ന് വിളിക്കാറില്ല, അമ്മ എന്ന് തന്നെയാണ് വിളിക്കാറ്. ലളിത എന്നാണ് ആളുടെ പേര്. ലളിത എന്നല്ല പക്ഷെ ഞങ്ങൾ വിളിക്കാറ് ലല്ലമ്മ എന്നാണ് വിളിക്കുക. ചെറുപ്പത്തിൽ ലളിത എന്നുള്ള പേര് വിളിക്കാൻ അറിയാത്തതുകൊണ്ട് പിന്നെ അത് ലല്ലമ്മ എന്നുള്ളതായതാണ്. ആൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, കണ്ണിന് കാഴ്ച കുറവാണ്. കാഴ്ച കുറവാന്നല്ല, കാഴ്ചയില്ല. ആൾക്ക് ഞരമ്പ് സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നമാണ്.
അപ്പം അതുകൊണ്ട് മെല്ലെ 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 കാഴ്ച കുറഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കൊട്ടും കാണില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി ആൾ ചെയ്യണ പണികൾ നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും കാര്യങ്ങൾ ആൾ വീട്ടിൽ ചെയ്യും. അടുപ്പ് കത്തിക്കൽ, കഞ്ഞി വെക്കൽ, പച്ചക്കറികൾ വേവിക്കൽ, ഇതൊക്കെ ആൾ തന്നെ ചെയ്യും. ആൾക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, കൂട്ടാനൊക്കെ കാച്ചില്ലേ നമ്മൾ, ഉള്ളി മൂപ്പിച്ചിടില്ലേ, അതൊന്നും ആൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ മൂപ്പൊന്നും ആൾക്ക് അറിയില്ല, ആ പൊടികൾ എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം. അതൊഴിച്ചാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആൾ അടിപൊളിയായിട്ട് ചെയ്യും. അന്ന് ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആൾക്ക് ചില കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അതെന്താ ഇത് ആവശ്യമുള്ളതാണോ കളയാനുള്ളതാണോ, അങ്ങനെ ചോദിക്കുന്നുള്ളൊരു ഇതൊഴിച്ച് കഴിഞ്ഞാൽ ആൾ പണിയെടുക്കാനായിട്ട് സൂപ്പറാണ്. അങ്ങനെ ദേ ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ അടുപ്പ് കത്തിച്ചിരുന്ന സ്ഥലമാണ്. പഴയ വീടായതുകൊണ്ട് തന്നെ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ വീടുകളിലൊന്നും അധികം അടുപ്പില്ല. പക്ഷേ ഈ വീട്ടിൽ അടുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് ചൂടുവെള്ളം വെക്കാനും ചോറ് വെക്കാനൊക്കെ അടുപ്പ് ഉപകാരപ്രദമായിരുന്നു. അങ്ങനെ അത് ക്ലീൻ ചെയ്തു. പിന്നെയുണ്ട്, ഞാൻ അടുക്കളയിലോട്ട് വന്ന് നോക്കിയപ്പോഴുണ്ട് നിറയെ ചാക്കുകളും പാത്രങ്ങളൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, പാത്രങ്ങളൊക്കെ എന്തായാലും നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാണ്ടിരുന്നാലും അതിലൊക്കെ പൊടിയും അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ, പുതിയ പാത്രങ്ങളടക്കം നമ്മുടെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ, ഒരു 1 year ഒക്കെ ആയി നമ്മൾ അധികം ഉപയോഗിക്കാണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ തന്നെ പൊടിയുള്ള പാത്രങ്ങൾ ഇതാക്കിയിട്ട് നമ്മൾ വേറെ വീട്ടിൽ ചെല്ലണത് ഒരു ഇതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതൊക്കെ വാഷ് ചെയ്തു. ഞാൻ നിന്നൊരു ലോഡ് പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട്. അതൊരു ഉച്ചയോട് കൂടിയൊക്കെ കഴുകി വെച്ച് വൈകുന്നേരമായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് നമ്മളത് ചാക്കിലാക്കി വെച്ചത്. നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ വീടുകൾ രണ്ടല്ല മൊത്തം 3 വീട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ദൈവമേ, ഒരുപാട് വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നവരപ്പോൾ എന്തോരം ബുദ്ധിമുട്ടുന്നുണ്ടാവും എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഓൾറെഡി തറവാട് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ തറവാട്ടിൽ സൗകര്യക്കുറവുണ്ട്, പഴയ വീടാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി നിന്ന് പോകാൻ ബുദ്ധിമുട്ടായപ്പോഴാണ്, പിന്നെ ഞങ്ങളുടെയൊക്കെ കല്യാണമൊക്കെ വന്നപ്പോഴാണ് ഞങ്ങൾ വീട് ഇവിടെ നിന്ന് മാറാം. അതുവരെ ഞങ്ങൾ തറവാട്ടിൽ തന്നെയായിരുന്നു. നേരത്തെ കാണിച്ച അമ്മമ്മയുടെ ഒപ്പം തന്നെയായിരുന്നു ഞാനും അമ്മയും അച്ഛനൊക്കെ ഉണ്ടായിരുന്നത്. അതൊരു കൂട്ടുകുടുംബമായിരുന്നു, അടിപൊളിയായിരുന്നു. ഇപ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങൾ ഇതേപോലെ വന്നപ്പോൾ നമുക്ക് മാറേണ്ടി വന്നതാണ്. എന്നിരുന്നാൽ പോലും നമ്മളെപ്പോഴും തറവാട്ടിൽ പോകാറുണ്ട്. അവരെല്ലാവരും ഇങ്ങോട്ടും വരാറുണ്ട്. അങ്ങനെ ഹാപ്പി ഫാമിലി. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നത്തെ ദിവസം ഒരുപാട് പണിയുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഈ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഇത് അപ്ലോഡ് ചെയ്യുന്ന ദിവസമായിട്ട് ഏകദേശം ഒരു 2-3 ദിവസത്തെ വ്യത്യാസമുണ്ട്. ഇതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ്ങിൻ്റെ ക്ഷീണം നമുക്ക് മാറിയിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു ഉള്ളിൽ ഏറ്റവും കുറവ് പണിയെടുത്തത് ഞാനാന്ന് തോന്നുന്നു. അതായത് ഇവരൊക്കെ, വീട്ടിലുള്ളവരൊക്കെ ഒരാഴ്ചയായിട്ട് ഓരോ സൈഡ് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴയ തുണികൾ കത്തിക്കുന്നു, പഴയ തുണികൾ ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കുന്നു, ആവശ്യമുള്ളവർക്ക് കൊടുക്കണു. അതുപോലെ തന്നെ അവരുടെ തുണികൾ വൃത്തിയാക്കി മടക്കി വെക്കുന്നു. ഈ അലമാരയിലൊക്കെ നമ്മൾ വൃത്തിയാക്കി മടക്കി വെച്ചിരിക്കുന്ന തുണികൾ നമുക്ക് അലമാര പൊക്കിയെടുക്കുമ്പോൾ ഈ തുണികളൊക്കെ അതിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആക്കുമ്പോൾ ഈ മടക്കുകളും കാര്യങ്ങളൊക്കെ പോവും. ഇപ്പോൾ പുതിയ വീട്ടിൽ മാറുമ്പോൾ വീണ്ടും ഈ തുണികളൊക്കെ മടക്കി വെക്കണം. അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയിട്ട് മാറണത്. പക്ഷെ എന്താ ചെയ്തൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഈ ക്ലീനിങ് ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ക്ലീൻ ചെയ്യുന്നതാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് അത്രയും ഇതൊന്നും ആയിരുന്നില്ല. എന്നിരുന്നാൽ പോലും ഞാനങ്ങനെ ആലോചിച്ചു, ഞാനങ്ങനെ ചാനൽ തുടങ്ങിയപ്പോൾ എന്ത് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് തോന്നിയതൊരു, എൻ്റെ തോന്നൽ കറക്റ്റ് ആവാം. അതായത് ആൾക്കാർക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് കാണാനാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ഇഷ്ടം. കാരണം മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റൈലുകൾ എന്താണ്, അവരൊക്കെ വീട്ടിലെങ്ങനെയാണെന്നൊക്കെ അറിയാനായിരിക്കും. എനിക്കതാണ് ഇഷ്ടം. എനിക്ക് മറ്റുള്ള വീഡിയോസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരുടെ ഡെയിലി വ്ളോഗുകൾ, ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ, അതൊക്കെ കാണാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അന്നൊരു കാര്യം ചെയ്യാം, ഇന്ന് ക്ലീൻ ചെയ്യുന്നത് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 1 hour വീഡിയോ ഓണാക്കി വെച്ചതാണ്. ഞാൻ ഈ ഒരു 10 minute വീഡിയോ ആക്കിയിട്ട് ഷോർട്ടാക്കി വയ്ക്കുന്നത്. നമുക്ക് എല്ലാം കാണിച്ച് അതിനുള്ള വോയിസ് ഓവറും കൊടുത്തിട്ട് നമുക്ക് വെറുപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാനെപ്പോഴും വിചാരിക്കും കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന്. പക്ഷേ എങ്ങനെ കട്ട് ചെയ്ത് വന്നാലും 10 minute താഴെ 5 minute ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ശരിയാക്കി വരണം. ഇപ്പോൾ തുടക്കമല്ലേ. അപ്പോൾ ഞാനിവിടെ അമ്മാമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, സോഫ ഒന്ന് വിരിയൊക്കെ ഒന്ന് കുടയണം, പൊടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളവിടെ പുറത്ത് പോയിരിക്കുകയാണ്. പിന്നെ ആ പുറത്ത് കിടക്കുന്ന പച്ചക്കളർ വണ്ടി കണ്ടോ, അതെൻ്റെ അച്ഛൻ്റെ ഓട്ടോ ടാക്സിയാണ് കേട്ടോ. അച്ഛന് മനോരമയിൽ പ്രസിൻ്റെ ഏജൻറ്റ് വർക്കുമാണ്. പോരാത്തതിന് അച്ഛൻ നാട്ടിൽ സ്ഥിര ഓട്ടങ്ങളുണ്ട്. ഓട്ടോക്കെ ഓടാൻ വേണ്ടിയിട്ട് ഈ വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് അവിടെ കിടക്കുന്ന വെള്ളിമൂങ്ങ. അങ്ങനെ ദേ ഒരുവിധമൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് അടിച്ച് വാരി ഇടാണ്.
ഇതാണ് ഫുൾ ക്ലീൻ ചെയ്ത ദിവസം. പക്ഷേ ഞങ്ങൾ ഷിഫ്റ്റ് ആയത് പിറ്റേ ദിവസമാണ്. അപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് രാത്രി കിടക്കാനും നമ്മൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യണതല്ല. അപ്പോൾ അത് കാരണം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ പിന്നെ ഞാൻ വേഗം അടിച്ച് വാരിയൊക്കെ എടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കുളിക്കണം എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ വേഗം 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 പണി തീർത്തുകൊണ്ടിരിക്കണത്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഓൾമോസ്റ്റ് ക്ലീനായി. ഷെൽഫിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ എടുത്തു. ഒരു വിധത്തിൽ ഒരു 90% ഒതുക്കൽ ഏകദേശം ക്ലീനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലീനിങ് വ്ളോഗ്. അപ്പോൾ ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.